വിൻഡീസിനെതിരെയുള്ള ഈ കളി ഇന്ത്യക്ക് ജയിക്കണമായിരുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, അയാൾക്കും അത് മരണ പോരാട്ടമായിരുന്നു. നീണ്ട കാത്തിരിപ്പിനും അവഗണനയ്ക്കും ശേഷം കിട്ടിയ അവസരത്തിൽ സമ്മർദ്ദ ഭാരത്താൽ വീണുപോയവൻ, അഭിഷേക് ശർമ്മക്ക് അസുഖമായപ്പോൾ മാത്രം ആദ്യ 11-ൽ ഇടം പിടിച്ചവൻ, ഇടം കയ്യന്മാർ നിറഞ്ഞ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം രണ്ടാമതൊരവസരം തേടിയെത്തിയവൻ, സെൽഫിഷ് അല്ലാതെ ബാറ്റേന്തി ചെറിയ സ്കോറുകളിൽ വീണപ്പോയെല്ലാം വിമർശനത്തിന്റെ മുൾക്കിരീടം തലയിലേറ്റിയവൻ, ഏറ്റവും ഒടുവിൽ സ്വന്തം നായകന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നിർഭാഗ്യവാൻ, അവഗണനയുടെ താരാട്ടുപാട്ടും പരിഹാസത്തിന്റെ കയ്പുനീരും മാത്രമായിരുന്നു ഇന്നലെ വരെ സഞ്ജുവിന്റെ സമ്പാദ്യം. അയാൾക്ക് വേണ്ടി സംസാരിച്ചവരെയെല്ലാം PR എന്നും അദ്ദേഹം ഓവറേറ്റഡ് ആണെന്നും ആരൊക്കെയോ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ക്രീസിൽ ഓർക്കാൻ നിരവധി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ടും എവിടെ മാച്ച് വിന്നിംഗ് പെർഫോമൻസ് എന്ന ചോദ്യം അയാൾക്ക് നേരെ ബാക്കിയായി. ഇതാ ക്രിക്കറ്റ് ലോകമേ കൺതുറന്നു കാണുക. അതിനിർണായകമായൊരു മത്സരത്തിൽ തൻ്റെ ടീമിനെ മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റി അയാളിലൂടെ ടീം ഇന്ത്യ വിജയതീരമണഞ്ഞിരിക്കുന്നു. അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 7 റൺസ്. റൊമേരിയോ ഷെപ്യാർഡിന്റെ ആദ്യ പന്തിൽ സിക്സർ അടിച്ച് സഞ്ജു ആരാധകരെ ആവേശത്തിലാഴ്ത്തി. തൊട്ടടുത്ത പന്തിനെയും ബൗണ്ടറിയിലേക്ക് പായിച്ച സഞ്ജു ഇന്ത്യയുടെ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തത് സെമി ടിക്കറ്റ് കൂടിയായിരുന്നു. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ സ്വപ്നം. അയാൾ ആ ക്രീസിന്റെ നടുവിൽ മുട്ടുകുത്തി നിന്നു. ഈഡനിലെ ആകാശത്തേക്ക് നോക്കി കുരിശ് വരച്ചു. ഗ്യാലറിയിൽ ത്രിവർണ്ണ പതാകകൾ പാറിക്കളിച്ചു. വിമർശകരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് അയാൾ തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഈഡൻ ഗാർഡനിൽ തടിച്ചുകൂടിയ ആരാധകരെ സാക്ഷിയാക്കി സഞ്ജു സാംസണിന്റെ പട്ടാഭിഷേകം. കണ്ടുനിന്ന ആരാധകരുടെ കണ്ണിൽ ആനന്ദത്തിന്റെ നറുനിലാവ്. അയാളുടെ മുഖത്തപ്പോൾ വികാര വിക്ഷോഭങ്ങളുടെ മിന്നലാട്ടം. അതിനെ പെയ്യാൻ അനുവദിക്കാതെ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നെടുത്തു. സഹതാരങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും അയാളെ അനുഗമിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ചിരിച്ചു തള്ളിയ ക്യാപ്റ്റൻ തന്നെ അയാൾക്ക് മുന്നിൽ വണങ്ങണമെന്നത് കാലത്തിന്റെ കാവ്യനീതി. ഈ ദിവസത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പടച്ചോനും പ്രവാചകനുമെല്ലാം ആ മലയാളിയായിരുന്നു സഞ്ജു വിശ്വനാഥ് സാംസൺ. ഒരു വശത്തെ വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോൾ വമ്പൻ സമ്മർദ്ദത്തിലും പതറാത്ത മനസ്സുമായി അയാൾ ക്രീസിൽ ഉറച്ചു നിന്നു. കൂടെയുള്ളവർ ഓരോരുത്തരായി കൂടാരം കയറിയപ്പോഴും ഒരു വൻമതിൽ പോലെ അയാൾ ടീമിനെ താങ്ങി നിർത്തി. സെഞ്ചുറി എന്ന നാഴികക്കല്ലിന് തൊട്ടടുത്ത് വെച്ച് മത്സരം അവസാനിച്ചെങ്കിലും മധുര മനോഹരമായൊരു ഇന്നിങ്സിലൂടെ അയാൾ അനിശ്ചേതനായിരിക്കുന്നു. അയാളുടെ മാത്രം വിയർപ്പിൽ തുന്നിയ ആ ഇന്ത്യൻ കുപ്പായത്തിന് കിരീടത്തിന്റെ താരത്തിളക്കം കൂടി പകിട്ടേകട്ടെ. താങ്ക് യു സഞ്ജു. പ്രതിസന്ധികളെ പ്രണയിച്ചതിന്, അവഗണനകളെ അവസരങ്ങളാക്കിയതിന്, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നതിന്.